നമസ്കാരം. മോദി സർക്കാർ അധികാരത്തിലെത്തിയതോടെയാണ് സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടിയും സ്ത്രീകളെ ലക്ഷ്യം വെച്ചും ഓരോ പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത്. നാരീശക്തി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഓരോ മേഖലയിലും സ്ത്രീകളുടെ പങ്ക് ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നതാണ് ഒരു പ്രധാന കാര്യം. ആദ്യമായി വനിതാ കമാൻഡോ ടീമിനെ കോർ ഓപ്പറേഷനുകളിൽ ഉൾപ്പെടുത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. സ്ത്രീ ശാക്തീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന തീരുമാനമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതിനോടകം തന്നെ കഠിനമായ പരിശീലനവും വനിതാ കമാൻഡോസിന് നൽകാൻ ആരംഭിച്ചിട്ടുണ്ട്. മധ്യപ്രദേശിലെ ബർവാഹയിലുള്ള CISFന്റെ റീജിയണൽ ട്രെയിനിംഗ് സെന്ററിലാണ് വനിതാ കമാൻഡോയ്ക്കുള്ള പരിശീലനം നടക്കുന്നത്. സുരക്ഷാ സ്ഥാപനങ്ങളിലും പ്ലാന്റുകളിലെയും ക്വിക്ക് റിയാക്ഷൻ ടീമുകൾ, സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് എന്നിവയുടെ ചുമതലകൾക്കായി വനിതാ ഉദ്യോഗസ്ഥരെ സജ്ജമാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. 8 ആഴ്ച നീണ്ടു നിൽക്കുന്ന അഡ്വാൻസ്ഡ് കമാൻഡോ കോഴ്സ് പരിശീലനമാണ് നടക്കുന്നത്. ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുക, ലൈവ് ഫയർ ഡ്രില്ലുകൾ, ഓട്ടം പോലുള്ള ക്ഷമതാ പരിശീലനം, റാപ്പലിംഗ്, വനങ്ങളിലെ അതിജീവന പരിശീലനം, പ്രതികൂല സാഹചര്യത്തിൽ തീരുമാനമെടുക്കൽ, ടീം വർക്ക്, ആയുധ പരിശീലനം എന്നിവയാണ് വനിതാ കമാൻഡോകളെ പ്രധാനമായും പരിശീലിപ്പിക്കുന്നത്. വിവിധ വിമാനത്താവളങ്ങളിലായി നിലവിൽ വിന്യസിച്ചിരിക്കുന്ന 30 വനിതകളുടെ ആദ്യ ബാച്ച് അതിന്റെ പരിശീലനം ഓഗസ്റ്റ് 11 മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഒക്ടോബർ 4 വരെയാണ് ഇവരുടെ പരിശീലന കാലാവധി. രണ്ടാമത്തെ ബാച്ചിന്റെ പരിശീലനം 2025 ഒക്ടോബർ 6 മുതൽ നവംബർ 29 വരെ നടക്കും. വിവിധ വ്യോമയാന സുരക്ഷാ ഗ്രൂപ്പുകളിൽ നിന്നും സെൻസിറ്റീവ് CISF യൂണിറ്റുകളിൽ നിന്നുമുള്ള കുറഞ്ഞത് 100 സ്ത്രീകളെങ്കിലും പരിശീലനത്തിൽ ഉൾപ്പെടുത്താനാണ് നീക്കം. ഇവരെ വിമാനത്താവളം ഉൾപ്പെടെയുള്ള വിവിധ സുരക്ഷാ മേഖലകളിൽ ലിംഗസമത്വത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പാണിതെന്നും പുരുഷന്മാരുടെ മാത്രം ജോലി സ്ഥലമായിരുന്ന പ്രവർത്തന മേഖലകളിലേക്ക് ഇനി വനിതകളും ഉണ്ടാകുമെന്നാണ് കേന്ദ്ര സർക്കാർ തന്നെ പറയുന്നത്. നിലവിൽ CISFൽ 12,491 സ്ത്രീകളും 2026ഓടെ, അതായത് അടുത്ത വർഷത്തോടെ 2,400 പേരെ കൂടി നിയമിക്കാനാണ് നീക്കം. അങ്ങനെ CISFന്റെ ഒരു അംഗബലം കൂട്ടുക, അതായത് വനിതകളും അതോടൊപ്പം തന്നെ പുരുഷന്മാരുടെയും ഒരു പ്രൊപ്പോർഷൻ, ഒരു സമത്വമാക്കുക എന്നതാണ് ലക്ഷ്യം. വരും വർഷങ്ങളിൽ സേനയിൽ കുറഞ്ഞത് 10% സ്ത്രീകളെ സ്ഥിരമായി ഉൾപ്പെടുത്താനുള്ള നിയമങ്ങളാകും ഇനി ഉണ്ടാകാൻ പോകുന്നത്. എല്ലാ സായുധ സംഘടനകളിലും ഒരു മുൻനിര ശക്തിയായി സ്ത്രീകളെ ഉൾപ്പെടുത്താനുള്ള നീക്കമാണ് CISFന്റേത്. വിമാനത്താവളങ്ങൾ, മെട്രോകൾ, വിവിധ വ്യാവസായിക യൂണിറ്റുകൾ എന്നിവയ്ക്ക് സുരക്ഷ നൽകുന്ന ഒരു പ്രത്യേക അർദ്ധസൈനിക സേനയാണ് CISF. ഓപ്പറേഷൻ സിന്ദൂറിലടക്കം വിവിധ യുദ്ധ മേഖലകളിൽ വനിതകളെ നിയമിച്ച് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഒരു നീക്കം, അതായത് നാരീശക്തിയുടെ ഒന്നും കൂടിയുള്ള ഒരു വിജയമാണ് ഇതിനെ കണക്കാക്കാനാവുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.